നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മാർച്ച് 8 ആണ്, വിമൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും നാളത്തെ ഒരു ദിവസം, നമ്മുടെ ഒരു ദിവസം ആഘോഷിക്കുക. ഓക്കെ, ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ വലിയ സ്കെയിലൊന്നും ചിന്തിക്കേണ്ട. നമുക്കിഷ്ടമുള്ള കാര്യം, എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്യാനായിട്ട് നാളെ കുറച്ച് സമയം മാറ്റി വയ്ക്കാം. എപ്പോഴും തിരക്കാണ്, സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ? അതിലേതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശരിക്കും അതിനൊരു ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ 24 മണിക്കൂറിൽ കുറച്ച് സമയം മാറ്റി വെക്കണം എന്നാണ്. ഓക്കെ, അത് നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. ദിവസവും എന്നല്ല, ഒരു ദിവസം പോലും അങ്ങനെ സാധിക്കാത്ത ഒരുപാട് പേര് ഉണ്ട് നമുക്കിടയിൽ ഇന്നും. അപ്പോൾ അവർക്കുമൊക്കെ അത് സാധിക്കട്ടെ, അല്ലേ? ഓക്കെ, അപ്പോൾ വിമൻസ് ഡേ ആയിട്ട് എന്ത് വീഡിയോ ചെയ്യും, വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് എന്ത് വീഡിയോ ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ വീഡിയോസിനുള്ള റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സെലക്ട് ചെയ്ത നമ്മുടെ ഈ ഒരു വിമൻസ് ഡേക്ക് കുറച്ചൊന്ന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. അതും ഡെയിലി വെയർ ആയിട്ടുള്ള നല്ല പക്ക ന്യൂഡ് ഷെയ്ഡ്സാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നത്. ഓക്കെ, ഞാനിതിന് മുന്നേ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നോട് കൂടുതൽ ചെയ്യണം എന്ന് ഒരുപാട് റിക്വസ്റ്റ് വരുന്നത്. മേക്കപ്പ് പ്രോഡക്ട്സിൽ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്സ് ആണ്. എൻ്റെ മാത്രമല്ല, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയാം, അല്ലേ? വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ഒരു വലിയ സന്തോഷമാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടി നോക്കിയിട്ടാണ് കേട്ടോ. എല്ലാം ഒരു 399 സെയിലൊക്കെ ഉള്ളപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോണിൽ ഇപ്പോൾ മെഗാ ഫാഷൻ ഡേ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ലിങ്ക്സും, പ്രോഡക്റ്റ് ലിങ്ക്സും, സ്റ്റോറിൻ്റെ ലിങ്കും ഒക്കെ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരുപാട് ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു, കാരണം അത് ടിൻറ്റഡ് ലിപ് ബാമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്യൂട്ട് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് 09 ആണ്. ഓക്കെ, ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടെക്സ്ചറും നല്ല ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് എന്താ പറയുക, ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലിപ്സ്റ്റിക്, സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു നല്ല ഒരു എവറിഡേ ബ്രൗൺ ഷെയ്ഡാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ബേസ് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ബെയർ ഫേസിലാണ് നിങ്ങളിപ്പോൾ ഇത് കാണുന്നത്. ഓക്കെ, എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്ന നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് മാറ്റ് ഫിനിഷാണ്, HD മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നല്ല പക്ക മാറ്റാണ് കേട്ടോ. പിന്നെ ട്രാൻസ്ഫർ ആവുമെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ആകുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോവുമോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു ടിൻറ്റ് നമുക്ക് ലിപ്സിലുണ്ടാവും. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ലിപ്സിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേയിങ് പവറും ഒക്കെ കൊള്ളാം, ഫിനിഷ് കൊള്ളാം, എല്ലാം കൊള്ളാം. എനിക്ക് നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ വാങ്ങിച്ചോളൂ, എനിക്ക് എത്ര പറയാനുള്ളൂ കേട്ടോ. അടുത്തത് സ്വിസ് ബ്യൂട്ടി എന്ന് തന്നെയുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണ ഞാൻ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ നമുക്ക് എല്ലാ ബ്രാൻഡ്സിൽ നിന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സാണ് സ്വിസ് ബ്യൂട്ടി, മാസ്, പിന്നെന്താ, അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ്സൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് അവരുടെ വേറൊരു റേഞ്ചാണ്. ഞാൻ ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക്സിൽ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ കുറവായിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് ഈസിലി ട്രാൻസ്ഫർ ആകുന്ന ഒരു ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം.
ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതിന് പിഗ്മെൻറ്റേഷൻ വളരെ കുറവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഓക്കെ, നല്ലൊരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിഗ്മെൻറ്റേഷനും കുറവാണ്. അപ്പോൾ ഒരു 2-3 സ്വൈപ്പ് വേണം, എന്നാൽ മാത്രമേ ആ കറക്റ്റ് ആ ഒരു ഷെയ്ഡ് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ നല്ല ഒരു ബ്രൗൺ, ഓക്കെ, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷേ അതിനൊരു മോവ് അണ്ടർ ടോൺ കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഇത് ട്രാൻസ്ഫർ ആകുമെന്നുള്ളത്, ഓക്കെ, ട്രാൻസ്ഫർ ആകുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച സ്വിസ് ബ്യൂട്ടിയുടേതിനേക്കാളും ട്രാൻസ്ഫർ ആകുന്നുണ്ട്. പക്ഷേ അഗെയിൻ നല്ല ഒരു ഡെയിലി വെയർ ഷെയ്ഡാണ്. പിന്നെ ലിപ്സിൽ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഇത് രണ്ടും, ഈ കാണിച്ച രണ്ടും ലിപ്സിൽ നല്ല കംഫർട്ടബിളാണ്. നമുക്കങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒട്ടും ഹെവി അല്ല കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ അടിപൊളിയാണ്. പിന്നെ സ്റ്റെയിൻ പവർ കുറച്ച് കുറവാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, പിഗ്മെൻറ്റേഷനും കുറച്ച് കുറവാണ്. ഒരു 2-3 സ്വൈപ്പ് വേണ്ടി വരും. പക്ഷേ എന്നാലും ഇതുപോലുള്ള ഇവരുടെ ഈ സ്വിസ് ബ്യൂട്ടിക്കൊക്കെ നല്ല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. വലിയ ബ്രാൻഡ്സിനൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ ബ്രൈറ്റ് ഷെയ്ഡ്സാണ് കൂടുതലും, ന്യൂഡ് ഷെയ്ഡ്സ് കുറവാണ്. പക്ഷേ ഇവർക്കൊക്കെ ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഉണ്ട്, ഇതിനും മാൾസിനും ഒക്കെ. അപ്പോൾ നല്ല ഒരു ന്യൂഡ് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഞാൻ മാമ അർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇതവരുടെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇവരുടെ ഒരുപാട് ഞാൻ എല്ലാ റേഞ്ചിൽ നിന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റേഞ്ച്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, ഹെവിലി പിഗ്മെൻറ്റഡ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. പിന്നെ മാമാഅർത്ത് ബ്രാൻഡിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, കെമിക്കൽ ഫ്രീ ആണ്, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് കൂടിയുണ്ട്. അപ്പം എന്തായാലും ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ എല്ലാം യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ സ്വാച്ച് ലിപ്സിൽ ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, കണ്ടോ, ജസ്റ്റ് ഒരു സിംഗിൾ സ്വൈപ്പിലാണ് ഓക്കെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ. നല്ല സ്മൂത്ത് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് കുറച്ചൊരു ഓറഞ്ച് അണ്ടർടോൺ വരുന്ന ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഡീപ്പർ സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇടാം. കുറച്ചുകൂടി ലൈറ്റർ സ്കിൻ ടോണിലുള്ളവർക്ക് അടിപൊളിയായിരിക്കും. ഓക്കെ, സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ആക്ച്വലി ഇതവരുടെ സോഫ്റ്റ് മാറ്റ് ലിപ്പ് ക്രീമാണ്. നമ്മുടെ നിക്സിൻ്റെ ഒക്കെ സോഫ്റ്റ് മാറ്റ് ലിപ്പ് ക്രീം ഉണ്ടല്ലോ, അതുപോലെ. ഓക്കെ, ഷെയ്ഡ് വന്നിട്ട് 22 വെരി ന്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾ ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ ഒരു ഡാർക്കർ ലിപ്പ് ലൈനർ യൂസ് ചെയ്യണം. ഇനി എൻ്റെ ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ എന്നെക്കാളും ലൈറ്റർ സ്കിൻ ടോൺ ആണെങ്കിലും കുറച്ചും കൂടി ഒരു നല്ലൊരു എന്താ പറയുക, ഇത് ഭയങ്കര ന്യൂഡായി പോവും അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ വേണമെങ്കിലൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതൊരു വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കിത് വർക്ക് ചെയ്തെടുക്കാം ഒരു ഡാർക്കർ ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ലിപ്സ് ഇല്ലാത്ത പോലെ തോന്നും. ഓക്കെ, എന്തായാലും നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. സ്മോക്കി ഐസിൻ്റെ ഒപ്പമൊക്കെ നല്ലതായിരിക്കും ഒരു ഡാർക്കർ ലിപ്പ് ഷെയ്ഡ് കൂടി, ലിപ്പ് ലൈനർ കൂടി യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് മാമാഅർത്തിൻ്റെ ഒരു മിനി ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിയത്. അവരുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ ഒരു പുതിയൊരു റേഞ്ചാണ്, പക്ഷെ നല്ല കംഫർട്ടബിളാണ്. ഷെയ്ഡ് മാത്രം കുറച്ച് പറ്റിപ്പോയി കേട്ടോ. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഇപ്പം അപ്ലൈ ചെയ്ത പോലെ തന്നെ ലിപ്സ് ഇല്ലയെന്ന് തോന്നുന്നൊരു ഷെയ്ഡാണ്, പക്ഷേ അപ്ലൈ ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. അതിലൊരു പക്ക ന്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക്.
ഞാൻ ആക്ച്വലി നമ്മുടെ മാമാഅർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ മുന്നേ ഉള്ളതാണ്. കാരമൽ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഒരു സിമിലർ ഷെയ്ഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് വാങ്ങിയത്. നമുക്ക് വെബ്സൈറ്റിൽ കാണുമ്പോൾ കൊടുത്തിരിക്കുന്നതൊക്കെ ഒരുപോലെ തോന്നും, ഓക്കെ. പക്ഷേ ഇത് നല്ല ഡാർക്ക് ഷെയ്ഡാണ്. നല്ലൊരു നമുക്ക് കണ്ടില്ലേ, മിക്സ് ഒന്നും വേണ്ട, വേറെ ലിപ് ലൈനർ ഒന്നും വേണ്ട, ഇത് തനിയെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പെർഫെക്റ്റ് ന്യൂഡ് ഷെയ്ഡാണ്. എല്ലാവർക്കും, എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ്, ഓക്കെ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെയാണ്, ഓക്കെ. ഇത് ഇത്രയും ഡാർക്കാണ്, പക്ഷേ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടി ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് വീഡിയോസിലൊക്കെ. എൻ്റെ എന്താ പറയുക, അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. ഞാൻ ഉറപ്പായിട്ടും റീപർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ദേഗയുടെ ഈ ഒരു ലിപ് ബാം സ്റ്റിക്ക്. ഇവരിത് ഡിസ്കണ്ടിന്യൂ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന, ഓക്കെ. ഇത് സ്റ്റിക്ക് ഫോമിൽ വരുന്നതുകൊണ്ടാണ് എനിക്ക് എത്ര ഇഷ്ടമായത്, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടി ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.